നെല്ലിയാമ്പതി ചുരംപാതയിൽ പുലി ഇറങ്ങി. കോട്ടയം ഇളങ്കാട്ടിൽ ചത്തനിലയിൽ കണ്ടെത്തിയ പുലിയുടെ മരണകാരണം കഴുത്തിനേറ്റ മുറിവാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കുത്തിമറിച്ചു. തലകീഴായി മറിഞ്ഞ കാറിൽ നിന്ന് സഞ്ചാരികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. യുകെയിലെ ലിവർപൂളിൽ നിന്നെത്തിയ 4 സഞ്ചാരികളാണ് കാറിലുണ്ടായിരുന്നത്. സമീപത്ത് മേഞ്ഞിരുന്ന പശുവിനെ കാട്ടാനെ ആക്രമിച്ചു കൊന്നു. RRT എത്തി ആനയെ വനത്തിനുള്ളിലേക്ക് തുരത്തി. കല്ലാർ മാലിന്യ പ്ലാന്റിലാണ് പരുക്കുകളോടെ ഒറ്റക്കൊമ്പൻ എന്ന ആനയെ കണ്ടത്. പടയപ്പ എന്ന കാട്ടാനയുമായി ഏറ്റുമുട്ടിയപ്പോഴുണ്ടായ പരുക്കാണെന്നാണ് നിഗമനം. ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. കാസർഗോഡ് തളങ്കര സ്വദേശി യൂസഫിന്റെ മകൻ മുഹമ്മദ് ഷഹാമിനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരുക്കേറ്റത്. കൈക്കും കാലിനും പരിക്കേറ്റ വിദ്യാർത്ഥി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെല്ലിയാമ്പതി ചുരംപാതയിൽ ഇന്നലെ വൈകിട്ടോടെയാണ് പുലി ഇറങ്ങിയത്. ഏറെ നേരം പുലി റോഡിൽ തമ്പടിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് തിരച്ചിൽ നടത്തി. കോട്ടയം ഇളങ്കാട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ പുലിയുടെ പോസ്റ്റ്മോർട്ടം നടത്തി. കഴുത്തിനേറ്റ മാരകമായ മുറിവാണ് മരണകാരണം. മുറിവിൽ നിന്ന് ഇരുമ്പ് കമ്പി കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുലിയുടെ ജഡം സംസ്കരിച്ചു. സംഭവത്തിൽ വനം വകുപ്പ് വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് 24.